നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സമുദ്രത്തിൽ തിരകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന്? ഞാൻ പറയാം. അതിനു മുന്നേ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോക്ക് ഒരു ലൈക്കും. കായലിലും പുഴയിലും മറ്റും നമ്മൾ ചെറിയ ഓളങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? കാറ്റുള്ളപ്പോഴാണ് ഇങ്ങനെ ഓളം വരുന്നത്. കാറ്റു നിന്നാൽ അത് നിൽക്കുകയും ചെയ്യും. എന്നാൽ കടലിലുള്ളത് പോലെ ഗംഭീര തിരമാലകൾ ഒരിക്കലും കാണാറുമില്ല. ശക്തിയേറിയ കാറ്റ് കടലിന്റെ പ്രതലത്തിലുള്ള ജലം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം വരെ തള്ളിയുരുട്ടുന്നതിന്റെ ഫലമായാണ് കൂറ്റൻ തിരമാലകൾ രൂപപ്പെടുന്നത്. ഇതിനാവശ്യമായ വിസ്തൃതി സമുദ്രത്തിലേ ഉള്ളൂ. അതായത് വലിയ തിരമാലകൾ വിസ്തൃതമായ ജലാശയങ്ങളിലേ ഉണ്ടാവും. ഒരിക്കൽ രൂപപ്പെട്ടു കഴിഞ്ഞ നമ്മുടെ തിരമാല ചേച്ചി കാറ്റിന്റെ തള്ളലിലെങ്കിലും ഭൂമിയുടെ പകുതി ദൂരം വരെ യാത്ര ചെയ്ത് തീരങ്ങളിൽ ആനടിക്കും കേട്ടോ. തിരകൾ സഞ്ചരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ താഴത്തുള്ള വെള്ളം തിരകളോടൊപ്പം നീങ്ങുന്നില്ല എന്നു കാണാം. പൊന്തിക്കിടക്കുന്ന തൊണ്ടും സസ്യാവശിഷ്ടങ്ങളും മറ്റും തിരയിൽ പൊന്തിയും താഴ്ന്നും കിടക്കുന്നതല്ലാതെ മുന്നോട്ടോ പുറകോട്ടോ നീങ്ങാതെ ഇരിക്കുന്നതിന് ഇതാണ് കാരണം. തിരയുടെ ഒരു ഭാഗം കടലിന്റെ അടിയിലാണ്. തന്മൂലം അവിടെയുള്ള വെള്ളവും തിരയുടെ ചാഞ്ചാട്ടത്തിൽ പങ്കുകൊള്ളുന്നു. കരയോടടുക്കുമ്പോൾ തിരയുടെ കീഴ്ഭാഗം കടലിന്റെ അടിത്തട്ടിൽ മുട്ടി തിരികെ മറിച്ചിടുന്നു. സമുദ്രതീരത്ത് നാം കാണുന്ന തിരമാലകളുടെ മറിച്ചിലിന് ഇതാണ് കാരണം. അപ്പോൾ എങ്ങനെയാ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്കും മറക്കല്ലേ. കൗതുകകരമായ വീഡിയോകളുമായി